ഹലോ, ഞാനാണ് എസ് ഐ ആണ് സാർ. നിങ്ങളുടെ മകൻ കഴിഞ്ഞ കൊല്ലം ഒരു ഗ്യാങ്ങുമായിട്ട് തല്ലുണ്ടാക്കിയിരുന്നില്ലേ? അവര് നാട്ടിലിറങ്ങിയുണ്ട്, അവരെ തല്ലും കണ്ടവരുണ്ട്. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചിരുന്നോളാൻ പറഞ്ഞു. ഓക്കെ, ശരി സാർ, ശരി. എന്താ ആരംഭിച്ചത്? അച്ഛാ, ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു. ലല്ലോ, എന്താ നീ ഇനി ഒറ്റയ്ക്ക് പുറത്തിറങ്ങി പോരുത്. അച്ഛാ എന്താ കാര്യം? അത് അവന് മനസ്സിലായിട്ടുണ്ട്. അച്ഛാ, കഴിഞ്ഞ കൊല്ലം ഇവനായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ഗ്യാങ് വന്നോ? നാട്ടിലാരൊക്കെ അവർ കണ്ടിട്ടുണ്ട്. അതാണ് ബസ്സിനെ വിളിച്ച് പറഞ്ഞത് ഇവനോടൊന്ന് സൂക്ഷിക്കാൻ. ഒറ്റയ്ക്ക് വരുത്തി വെച്ചല്ലേ, അനുഭവിക്കട്ടെ. ലല്ലു, നീ തന്നെ ഇതിനൊരു സൊല്യൂഷൻ കാണണം. ഇതിന്റെ പുറകെ പോകാൻ ഞങ്ങൾക്ക് വയ്യ. താനെ കുറിച്ച് ചേട്ടനാണോടോ? ഇതിലും പേരുടെ കൂട്ടുകാർ. നീ മിണ്ടരുത്. ആരാണ് നിന്റെ കൂട്ടുകാര്? ആ കുട്ടനാണ്. 15 വയസ്സായി, ഇതൊരാൾ പെണ്ണുപോലും കിട്ടിയിട്ടില്ല. അവനെ കണ്ടല്ലേ നീ പഠിക്കുന്നത്. പിന്നെ നീ ഇങ്ങനെയൊക്കെ ആയിരിക്കലാണ് അത്ഭുതമുള്ളൂ. അതിന് എല്ലാ പേരൻസും അങ്ങനെയാണല്ലോ. മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കൂടെ നോക്കും. അത് പുതിയ കാര്യമൊന്നുമല്ലോ. മറ്റുള്ളവരെ പോലെ ആണോ നീ വരുത്തി വെച്ചത്? ഒരു കാര്യമില്ലാതെ വഴി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുക്കും. എന്നിട്ട് ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടതോ ഞങ്ങളും. എല്ലാവരും നിർത്ത്. ഞാൻ എന്ത് കിട്ടി എന്ന് പറയണേ? നമ്മുടെ നാട്ടിലൊരു പെണ്ണിന്റെ വേറൊരുത്തം പിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് നോക്കി നിൽക്കണോ? അതും പുറം നാട്ടിലേക്ക് ആകും. നാട്ടിലുള്ള ഏതിനാണ് ചെയ്യുന്ന കാര്യം ഞാനും ചെയ്തുള്ളൂ. എനിക്കാരും ഒരു തെറ്റും തോന്നണല്ലോ. കാര്യങ്ങളൊക്കെ ഇടപെട്ട് പരിഹരിക്കാൻ നീ ആരടാ? മഹാത്മാഗാന്ധിയോ? അവൻ നീ രാവിലെ ഇറങ്ങ്, എന്നിട്ട് കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർക്ക്. ഹലോ, അവനവന്റെ കാര്യം നോക്കി നീ ജീവിക്കണം. ഇപ്പോഴത്തെ കാലത്ത് ചിലതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിൽ നടക്കണം. അതാണ് വേണ്ടത്. ഇതൊക്കെ ചോരത്തിളപ്പിന്റെ പ്രശ്നമാണ്. അതാണല്ലോ പ്രായം. ഇവിടെ നിന്റെ പോലെ തന്നെ ഇവരും വളർന്നത്. ഇവരിതിനൊരു കുഴപ്പമുണ്ടാക്കിയിട്ടില്ലല്ലോ. പിന്നെ നീ മാത്രം എന്താ ഇങ്ങനെ? കഷ്ടം. എടാ, കേസ് നമ്മൾ ജയിച്ചാണ്. പക്ഷെ അതല്ലല്ലോ, അവർക്ക് വേണ്ടത് ഇവനല്ലേ. എടാ, നാളെ ദിവസത്തെ പ്രത്യേകത അറിയാലോ. നീ ഒരു ദിവസങ്ങളും വീട്ടിൽ അടങ്ങി നോക്കി നീക്കി. ഇതൊക്കെ കാണാനായിട്ട് നിന്റെ അമ്മയില്ലാത്തത് നന്നായി. അല്ലെങ്കിൽ അവളുടെ ടെൻഷൻ ഞാൻ കാണേണ്ടി വന്നനെ. അച്ഛനായി പോയില്ലേ, നമുക്ക് നോക്കാം. നീ പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട. ചേട്ടാ, ഞാനാ. അത് ഉത്തമനാടാ. ഓ, ഞാൻ വിചാരിച്ചു. ഡാഡി, നീ പോയി വായ തുറന്നേ. നീ എന്താടെ? ഞാൻ മരിച്ചാലും നീ വീടിന്റെ പടിയേറില്ലെന്നോട്ടല്ലേ പോയത്? എന്താടാ? എന്റെ ചേട്ടാ, ചട്ടിയും കലാവുമ്പോ തട്ടിയും മുട്ടിന്നൊക്കെ ഇരിക്കും. നമ്മള് കുടുംബക്കാരല്ലേ, സ്നേഹമുള്ളിടത്തിലെ വഴക്കുണ്ടാവും. ഈ ചേട്ടൻ്റെ ഒരു കാര്യം. അല്ല, ഇപ്പൊ നീ എന്തിനാ വന്നത്? ചേട്ടാ, കവലയൊരു സംസാരം കേട്ട് ഇവൻ തന്നെ ഗ്യാങ് വന്നിട്ടുണ്ട്. നമ്മളൊരേ രക്തമല്ലേ. ഇപ്പൊ കൂടെ നിന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാ? ശ്രീകുട്ടിയുടെ കല്യാണം എപ്പോഴാടാ? എന്താ ചേട്ടാ? എടാ, നിന്റെ മോളുടെ കല്യാണം എപ്പോഴാന്ന്? അടുത്ത മാസം. ഓ, ഇപ്പൊ മനസ്സിലായി. ഓ, എന്ത് മനസ്സിലായി? ചേട്ടനൊന്നും മനസ്സിലായിട്ടില്ല. ഇത്രയും നാളും ഞാൻ നിങ്ങളോട് ചെയ്തതിനൊക്കെ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ കാവലിരിക്കാം. ഇന്ന് മാത്രമാണതോ ഇനി അങ്ങോട്ട് ഇവിടെ തന്നെ ഉണ്ടാവും? ഇന്ന് മാത്രമല്ല, എന്നും എപ്പോഴും. എടാ, നമുക്ക് ആ ടോണിനും കൂട്ടുകാരെന്ന് വിളിച്ചാലോ? അല്ല അച്ഛാ, ഇത് വേണോ? എടാ, നമുക്കൊരു സഹായാവൂലേ? എന്തിനാ പുറത്തുനിന്ന് ആളെ വിളിക്കുന്നത്? ഇവിടെ കുടുംബക്കാരനായിട്ട് ഞാനില്ലേ. ലല്ലു, എന്റെ കൊക്കിന് ജീവനുള്ളപ്പോ നിന്നെ ആരും തൊടില്ല. നീ ധൈര്യമായി പോയി കിടന്നുറങ്ങിക്കോ. ഈ ചിറ്റപ്പനുണ്ടാ കൂടെ. പണി
അച്ഛാ, എന്താ അല്ല കാര്യങ്ങളൊക്കെ ഇത്ര സ്ഥിതിക്ക് എത്ര സ്ഥിതിക്ക് അല്ല ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് കുട്ടിയേട്ടനും പിള്ളേരും വിളിച്ചാലോ ഒരു ധൈര്യത്തിന്? കൂട്ടാനും കൂട്ടണം എന്നെക്കൊന്ന് പറയുകയും ചെയ്യടാ. വേണ്ട വേണ്ട വേണ്ടല്ലേ? ലാലാ, ഏതൊരു പട്ടി ഏതൊരു ഡാഷിനൊരു സമയം വരും. ആ നോക്കോ. ഇന്നത്തോടെ നീ തീർന്നടാ. ഈ പ്രാവശ്യം നമുക്ക് അവനെ മിസ്സാവോ? ഇല്ല, അതിന് ഞാൻ മരിക്കണം. മോനെ വേണമെങ്കിൽ അവസാനമായി ഒന്ന് കണ്ടോ, ഇനി ഈ കൊല്ലത്തിൽ കാണില്ല. എന്നെ വെറുതെ വിട്. എന്നൊന്നും ചെയ്യില്ല പ്ലീസ്. നിന്നൊന്നും ചെയ്തില്ലല്ലോ, ചെയ്യാൻ പോകുന്നതല്ലേ ഉള്ളൂ. നമുക്ക് സംസാരിച്ച് തീർക്കാം പ്ലീസ്. നോ നോ, ഇനി സംസാരമില്ല, പ്രവർത്തികൾ മാത്രം. സമയത്രേ? 11:40. ടൈം ഈസ് ഓവർ. ഇനി സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. അല്ലെങ്കിൽ ഇപ്പൊ വേണ്ട, സമയമാകട്ടെ.
ഈ സുന്ദരമായ മുഖത്ത് ആസിഡ് വീണാൽ എങ്ങനെ ഉണ്ടാവും? ആസിഡോ? അതേടാ, മുട്ട തന്നെ. ചീമുട്ട കിട്ടിയില്ല. നിങ്ങൾക്ക് ആരാ? ഹാപ്പി ബർത്ത്ഡേ ലല്ലു. കുട്ടേട്ടാ, നീയാ? ബാബുക്കുട്ടാ, നിങ്ങളാ? അതേടാ, കൂട്ടേട്ടൻ തന്നെ. നീ എൻ്റെ ബർത്ത്ഡേക്ക് തന്ന പണിയൊന്നും ഞാൻ മറന്നിട്ടില്ല. എന്നോട് ചെയ്തതിനൊക്കെ എണ്ണി പകരം ചോദിക്കും. പിന്നെ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞങ്ങളെ സഹായിച്ചത് ആരാണെന്ന് അറിയാമോ? നിന്റെ ചേട്ടൻ തന്നെ. ആര്? ലാലിയോ? അതേടാ, ലാലി തന്നെ. ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്ലാൻ ആയിരുന്നടാ. ഓ, ഹലോ, നിങ്ങളെത്ര വേഷം മാറി വന്നത്? മര്യാദ വന്നോട്, എന്തിനാ മുഖം മുറിച്ച്? ആ, എന്നിട്ട് വേണം അല്ലേടാ ഞങ്ങളാണെന്ന് മനസ്സിലാക്കി നിനക്ക് മുങ്ങിക്കളയെ. ഡിയർ ഗ്യാങ്, നമുക്ക് തുടങ്ങിയാലോ? എന്നെ ഷർട്ട് ഒന്ന് മാറിക്കോട്ടെ പ്ലീസ്. പുതിയ നോ, ഈ കാര്യത്തിൽ യാതൊരു ഇളവും നിനക്ക് ഞാൻ തരില്ല. എന്റെ ബർത്ത്ഡേക്ക് എന്റെ ഗേൾഫ്രണ്ട് ജർമ്മനിയിൽ നിന്ന് അയച്ചു തന്ന തിരിഞ്ഞ ഷർട്ട് ഇട്ട് നിൽക്കുമ്പോഴാടാ ഈ എന്റെ ഷർട്ട് മാഷിയും മഞ്ഞപ്പൊടിയും മുട്ടയും ഒഴിച്ചത്. ആ ഷർട്ട് ഞാൻ ഒരു ദിവസം പോലും ഇട്ടിട്ടില്ലടാ. അതും പറഞ്ഞ് അവളിപ്പോഴും എന്നോട് വഴക്കാടാ. നിന്റെ തന്റെ പുരുഷനോട് പറഞ്ഞതുപോലെ ഈ കൊലത്തിൽ നിന്നെ ഞാൻ വീട്ടിലേക്ക് വിടില്ലടാ. റെഡി ഗൈസ്? നോ. കുട്ടേട്ടാ, 12 മണിയാവാൻ 5 മിനിറ്റ് ഉള്ളൂ. കേക്ക് മുറിക്കണ്ടേ? ഓ, എന്നാ കേക്ക് മുറിക്കാം, എന്നിട്ടാകാം ബാക്കി കാര്യം. ആദ്യം മടി, പിന്നെ താരാട്ട്. അതാണ് കുട്ടേട്ടൻ്റെ സ്റ്റൈൽ. പോയി കേക്ക് എടുത്തിട്ട് വാ. അയ്യോ കുട്ടേട്ടാ, എന്താടാ? കേക്ക് എടുക്കാൻ മറന്ന്. കേക്ക് വീട്ടിലാ. ഓ, ഞാൻ താക്കോരുന്നോ എടുത്തിട്ടോ. പോ പോ പോ. അയ്യോ കുട്ടേട്ടാ, എൻ്റെ വീട് തൊടുപുഴയല്ലേ? ഇവിടുന്ന് ഒരു 10-40 കിലോമീറ്റർ പോണ്ടേ? എന്തിനാണ് അവിടെ കൊടി വെച്ചത്? അല്ലാതെ ഒരു സ്ഥലമില്ലായിരുന്നു. അത് കുട്ടേട്ടനല്ലേ പറഞ്ഞ ഹോം മെയ്ഡ് കേക്ക് വേണമെന്ന്. എൻ്റെ വീടിനടുത്താണെങ്കിൽ നല്ല ഹോം മെയ്ഡ് കേക്ക് കിട്ടുമല്ലോ. ഗൈസ്, നമുക്ക് പിന്നെ മണ്ണിലിട്ട് വിട്ടാം. കുട്ടേട്ടാ, കുട്ടേട്ടന് എന്നെ ഇഷ്ടമാണോ? ഞാൻ കുട്ടേട്ടൻ അതിൽ 10 മടങ്ങ് തിരിച്ചിഷ്ടപ്പെടുന്നുണ്ട്. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ എബൌട്ട് എടുത്ത് നോക്ക്. നോക്കൂട്ടേട്ടാ, നോക്ക്. അപ്പം അറിയാലോ എൻ്റെ ഉള്ളിലെ സ്നേഹത്തിൻ്റെ അളവ് എത്രത്തോളമാണ്. നോക്ക്. ഫോട്ടോ എബൌട്ട്. കുട്ടിയേട്ടൻ ഇഷ്ടം. അല്ല കുട്ടേട്ടാ,
ഞങ്ങളുടെയും കൂടെ ബോട്ടൊന്ന് മാറ്റാൻ. അല്ല കുട്ടിയേട്ടന് ഇഷ്ടമാക്കാൻ ജർമ്മനും വേണ്ട, ഡിനറും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട, അവളൊക്കെ പോട്ടെ. എനിക്ക് നിങ്ങൾ മതി നോക്ക, നിങ്ങൾ മതിയാ. കുട്ടേട്ടാ അവൻ ചേട്ടാ ഇവന്മാരാ കഴിഞ്ഞ കൊല്ലം നമ്മളായിട്ട് തല്ലുണ്ടാക്കിയത്. ആ പ്രശ്നങ്ങൾ അന്ന് തീർന്നതല്ലേ, പിന്നെ എന്തിനാ അവർ വീണ്ടും വന്നത്? അവന്മാർക്ക് എന്നെ തീർക്കണം, അതാ വേണ്ടത്. നിന്നെ മാത്രമല്ല എല്ലാത്തിനും തീർക്കും. ഓ അങ്ങനെ. ഓഹോ എടാ, നീയൊക്കെ എന്റെ ദേഹം തൊടണമെങ്കിൽ ഈ കുട്ടിയുടെ ചാവണം. രോമം പിടിക്കട്ടെ, സ്ഥിരം പല്ല് പിടിക്കാം. നീയൊക്കെ എന്റെ ദേഹം തൊടണമെങ്കിൽ ഈ കുട്ടിയുടെ രോമത്തിൽ തൊടണം. പിന്നെ ഈ പ്രശ്നം ഇവിടെ തീർത്തോളണം, കേസിനൊന്നും പോകരുത്. അത് തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. ഇതൊക്കെ ഇവിടെ തന്നെ തീർത്തോളാം, കേസിനൊന്നും പോരുത്. ഓക്കെ, എന്നാ തുടങ്ങാം. അഞ്ച് 1 2 3 4 5 കൊണ്ടിട്ട് അവർ 5 പേരില്ല, നമ്മൾ 4 പേരിലുള്ളൂ. അതിന് കുട്ടിയേട്ടന് 5 ആളുടെ ബലമില്ലേ? നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തന്നതിനൊക്കെ തിരിച്ചു തന്നിട്ട് ഞങ്ങൾ പോകും. നീക്ക് ഇവിടുന്ന് എഴഞ്ഞേ പോകുള്ളൂ. ലല്ലു, ഇത് കുട്ടിയുടെ വക ബർത്ത്ഡേ ഗിഫ്റ്റ്. താങ്ക്സ് കുട്ടേട്ടാ. ഞാൻ നിങ്ങളും എനിക്ക് വേണ്ടിയോ? എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു ചോരല്ലടാ. കുറെ നാളായി ഇവന്മാർക്ക് രണ്ട് പൊട്ടിക്കാൻ വേണ്ടി ഞാനും കാത്തു വെക്കുന്നു. കുട്ടേട്ടാ ആ തുടങ്ങാം. കുട്ടേട്ടോ ഇപ്പൊ എണ്ണം കറക്റ്റ്.